പത്മനാഭ ഒരു സൂപ്പർ കോൾ കിട്ടിട്ടുണ്ട്. ജീവിതത്തിൽ നമ്മൾ നോക്കി കാണുന്ന രീതി മൊത്തത്തിൽ മാറ്റിക്കളഞ്ഞ ഒരു സ്ഥലമോ ഒരു ട്രിപ്പോ? അത് ഉത്തരം പറ. സ്ഥലം ഇതായിരിക്കും. ട്രിപ്പ് ഇതൊരു ട്രിപ്പാണല്ലോ. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. ഒരു മെനു കാർഡ് ഞാൻ ഇങ്ങനെ തരാണ്. ഒരു മെനു കാർഡാണ്. ഫസ്റ്റ് എന്താ നോക്കാം? 3 സാധനങ്ങൾ. വില. നീ ഇങ്ങനെ ആർത്തി പിടിക്കല്ലേ ശ്രീകുട്ട? പിന്നെ ഞാൻ എങ്ങനെ ആർത്തി പിടിക്കണം? ഈയിടയ്ക്ക് ഫോട്ടോസിൽ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. 3 ദിവസം അവന്റെ വീട്ടിൽ നിന്ന് തന്നെ. അവസാനം ഞാൻ പറഞ്ഞു മതിയടാ മതി, എനിക്ക് വയ്യ. അവരാണോ മതി എന്ന് പറഞ്ഞത്? അല്ലല്ല, ചോദ്യം വേണ്ട, വിവരമുള്ളവർ പറയുന്ന കേട്ടാ മതി. അത് വിവരമുള്ളവർ പറയുമ്പോഴേ ഞാൻ ശരിക്കും വിചാരിച്ചു മതിയടാ മതി, ഇവിടെ ഇത്ര ഫുഡ്. അവരും ബില്ലൊക്കെ നോക്കുമായിരിക്കുമല്ലോ. അവളെ ഞാൻ മറക്കാം, പക്ഷെ ഇതുണ്ടല്ല. ചാക്കോച്ച, യു ആർ ഓൾസോ പ്രൊഡ്യൂസിംഗ് ദിസ് മൂവി എന്ന് ഞാൻ അറിഞ്ഞു. വൈ? Sir, basically I am a rich man. Show some respect. ഹീറോയ്ക്ക് കാശുണ്ടല്ലോ. ഇപ്പൊ ഞാൻ തന്നെ ഒരു ഹൈ ജമ്പ് ചാടി. 10 മീറ്റർ ഞാൻ ചാടി നോക്കി. ഇനി എനിക്ക് ചാടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. മതി മതി, നിർത്തുന്നിന്റെ ഷോ. ഹൈ ജമ്പ് 10 മീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ എത്ര ആണെന്നുള്ളൂ അറിയാവോ? 360 ഡിഗ്രിയിൽ വട്ടത്തിലും കുഴപ്പമായോ? അല്ല, ഞാൻ ഇമാജിനേഷൻ. ശരി, ഓക്കെ. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. കൺമണി അൻപോട് കാതലൻ. ഇതൊക്കെ എന്ത് ദ്രോഹാടോ. ഇതായിരുന്നു അല്ല, ആ പാട്ട് പാടിയത്. പാട്ടായിരുന്നോ? ഫാസിൽ സർ പറയാണ് ലെറ്റ്സ് ഡു അനിയത്തി പ്രാവ് 2. എന്ത് പറയും? ലെറ്റ്സ് ഡു ഇറ്റ്. ആരാ അഭിനയിക്കാം? വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. ലെറ്റ്സ് ഡു എന്ന് പറയുമ്പോ എന്നെ അല്ലേ ഇതില് അതെനിക്കറിയാം. മതി, ഇല്ല ഞാൻ പറയും, പറയിപ്പിക്കരുത്. ഓക്കെ, എന്നെ അനിയത്തിയായിട്ടെങ്കിലും വിളിക്ക. അതിലെനിക്ക് അനിയത്തിയില്ല, ഒറ്റ മോനാ ഭാഗ്യത്തിന്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.